തായ്ലൻഡിലെ ഫുക്കറ്റിന് സമീപമുള്ള പനാക് ദ്വീപിലെ ഒരു ഗുഹ കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാൻ. ഒരു വലിയ ബോട്ടിൽ ദ്വീപിന് സമീപത്തോളം എത്തി. പിന്നെ ഒരു ചെറിയ റബ്ബർ വള്ളത്തിലാണ് യാത്ര. കടലിൽ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുകയാണ് ദ്വീപ്. അതിൻ്റെ ഒരു വശത്തുള്ള വലിയൊരു പൊത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നിരവധി ബോട്ടുകളിൽ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഓളത്തള്ളലിൽ തെന്നിത്തെറിച്ച് ഞാൻ കയറിയ വള്ളം നീങ്ങുന്നു. കടലിൽ പൊങ്ങി നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടിന്റെ ഉദരത്തിലെ ഒരു ഗുഹയിലേക്ക് വള്ളം പ്രവേശിച്ചിരിക്കുന്നു. ചുണ്ണാമ്പ് പാറകളുടെ മലയാണ്. അതിൽ കടൽ ജലം അടിച്ചടിച്ചാണ് ഈ ഗുഹ രൂപപ്പെട്ടിരിക്കുന്നത്. ബാറ്റ് കേവ് എന്ന് ഗുഹയുടെ ഈ ഭാഗം അറിയപ്പെടുന്നു. വവ്വാലുകളുടെ ഗുഹ. ഗുഹയ്ക്കകത്ത് നിരവധി വള്ളങ്ങൾ തുഴഞ്ഞ് ആളുകൾ നീങ്ങുന്നുണ്ട്. ഒന്ന് രണ്ട് വളവുകൾ പിന്നിടുന്നതോടെ എങ്ങും കൂരിരുട്ടാവുന്നു. പിന്നീട് തുഴച്ചിൽക്കാരൻ്റെ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് കാഴ്ചകൾ കാണുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ് പനാക് ദ്വീപും അതിലെ ഗുഹകളുമെന്നാണ് ഗവേഷക നിഗമനം. ഈ ഗുഹകളുടെയൊന്നും കണ്ടെത്തൽ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. ചുണ്ണാമ്പുപാറകളിൽ തിരമാലകൾ അടിച്ചുണ്ടായ പൊത്തുകൾ കാലക്രമത്തിൽ വലിയ ഗുഹകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. കടലിലെ വലിയൊരു അത്ഭുതമാണിത്. മീറ്ററുകളോളം താഴ്ചയുണ്ട് ഗുഹയിലെ ജലത്തിന്. ഇരുളിൽ ഈ ഗുഹയിലൂടെയുള്ള യാത്ര വേറിട്ടൊരനുഭവം തന്നെയാവുന്നു. ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ട പല ഫോർമേഷനുകളുമുണ്ട് ഗുഹയ്ക്കകത്ത്. പക്ഷേ വെളിച്ചക്കുറവ് മൂലം അതെല്ലാം പൂർണ്ണമായി ക്യാമറയിൽ പകർത്തിയെടുക്കാനാവില്ല. ഈ ഒരു ഗുഹ ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നത്. ദൈർഘ്യമേറിയ ഗുഹകളാണ്. പല പല പിരിവുകളായി അവയങ്ങനെ നീണ്ടുപോകുന്നു. പ്രധാന ഗുഹകൾക്കെല്ലാം പ്രത്യേകം പേരുകളുമുണ്ട്. കടലിൽ നിന്നും ഗുഹയിലേക്ക് പ്രവേശിച്ച ഭാഗമാണ് ഖാങ് കാവോ അഥവാ ബാറ്റ് കേവ്. ഐസ്ക്രീം കേവ്, ഓയിസ്റ്റർ കേവ്, ഡയമണ്ട് കേവ്, മാൻഗ്രൂവ് കേവ് എന്നിങ്ങനെ പോകുന്നു ഗുഹകളുടെ പേരുകൾ. റോക്ക് ഫോർമേഷനുകളുടെ രൂപങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഓരോന്നിനും പ്രത്യേക പേരുകൾ നൽകിയിരിക്കുന്നത്. ഫോർമേഷനുകളെല്ലാം വ്യക്തമായി കാണാമെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചമില്ലെന്നതാണ് ഞാൻ നേരിടുന്ന പ്രശ്നം. നൂറുകണക്കിന് ആളുകളാണ് ഒരേ സമയം ഗുഹയിലുള്ളത്. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണിത്. ഈ ഗുഹകളിലൂടെ റബ്ബർ വെള്ളത്തിലുള്ള യാത്രയാകട്ടെ സവിശേഷമായ ഒരു അനുഭവവുമാണ്. ഐസ്ക്രീം കേവ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഗുഹാഭിത്തികളിൽ ഐസ്ക്രീം രൂപത്തിലുള്ള ചില ഫോർമേഷനുകൾ കാണാം. സ്ലൊവേനിയയിലൂടെ നടത്തിയ യാത്രയ്ക്കിടെ പൊസ്തോയിന കേവ് എന്ന അതിഗംഭീരമായൊരു പ്രകൃതിദത്ത ഗുഹാസമുച്ചയം ഞാൻ സന്ദർശിച്ചിരുന്നു. അവിടെ കണ്ട ലൈംസ്റ്റോൺ ഫോർമേഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗുഹയിൽ കാണുന്നതൊന്നും അത്ര മഹത്തരവുമല്ല. എങ്കിലും കടലിൽ സ്ഥിതി ചെയ്യുന്ന മലയിലെ ഗുഹയിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുന്നു എന്നത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. പൊസ്തോയിന ഗുഹകൾ ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയിരുന്നു. ഇവിടെ ഗുഹ വൈദ്യുതീകരിക്കുന്നതിനെപ്പറ്റി തായ്ലൻഡ് ചിന്തിച്ചിട്ടേയില്ല എന്ന് തോന്നുന്നു. പ്രകൃതിദത്തമായ വിധത്തിൽ തെല്ലൊരു ദുരൂഹതയോടെ ഇത് കാണുന്നതിലുമുണ്ട് ഒരു കൗതുകം. ഗുഹയ്ക്കകത്തുകൂടി ഒരു കറക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വള്ളത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന സായിപ്പിന് കാഴ്ചകൾ കാണുന്നതിൽ മാത്രമേ താല്പര്യമുള്ളൂ. എനിക്കാകട്ടെ ഇതിലെ ഒരു ദൃശ്യം പോലും വിടാതെ ക്യാമറയിലാക്കണം. ഇതാണ് ബാറ്റ് കേവ്. ഗുഹയിൽ ഏറ്റവും വിസ്താരമുള്ളതും പ്രകാശമെത്തുന്നതുമായ ഭാഗമാണിത്. ഗുഹ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏകദേശമായ കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഗുഹയിൽ നിന്നും ഉൾക്കടലിലെ ഇളം പച്ച നിറത്തിലേക്ക്. കൂറ്റനൊരു പാറക്കെട്ടാണ് പനാക് ദ്വീപ്. നൂറുകണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ഒറ്റപ്പാറ കടലിൽ ഉയർന്നു നിൽക്കുകയാണെന്നും പറയാം. ഈ ഒരു പാറക്കെട്ട് മാത്രം ലക്ഷക്കണക്കിന് ബാത്താണ് ടൂറിസത്തിലൂടെ തായ്ലൻഡിന് സമ്മാനിക്കുന്നത്. സഞ്ചാരികളുമായി പുതുതായി ബോട്ടുകൾ എത്തിയിരിക്കുന്നു.
ഇത്തരത്തിലുള്ള നിരവധി ബോട്ടുകൾ ഓരോ ദിവസവും ടൂറിസ്റ്റുകളുമായി ഈ ദ്വീപിനടുത്ത് എത്തുന്നുണ്ട്. ഗുഹകളിലെ തിരക്ക് ഒഴിവാക്കാൻ ഒരേ സമയം 5-6 ബോട്ടുകൾ മാത്രമേ ഇവിടെ അടുപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ വന്ന എരിന്ത ബോട്ട് ഇവിടെയുണ്ട്. മറ്റുള്ള യാത്രികരെല്ലാം ബോട്ടിൽ കയറിയിരിക്കുന്നു. ഞങ്ങളാണ് അവസാനത്തെ വള്ളക്കാർ. ഞാനും ഹോങ്കോങ്ങിൽ നിന്നുള്ള സായിപ്പും ചെന്ന് കയറിയാൽ ഇനി ബോട്ട് പുറപ്പെടുകയായി. ഞങ്ങൾ അപ്പർ ഡെക്കിലേക്ക് കയറി. അത്യുഷ്ണമാണിവിടെ. ഗുഹായാത്ര കഴിഞ്ഞു വന്നതോടെ മിക്കവരും ലൈഫ് ജാക്കറ്റ് അഴിച്ച് മാറ്റിവെച്ചിരിക്കുന്നു. പനാഗ് ദ്വീപിനടുത്തു നിന്നും ബോട്ട് യാത്ര തുടരുകയാണ്. വലിയൊരു ചുണ്ണാമ്പുകൽ ഫോർമേഷൻ തന്നെയാണ് ദ്വീപെന്ന് പറയാം. പല ഭാഗവും അടർന്നു വീണിട്ടുണ്ട്. തിരയിളക്കത്തിൽ അരികുകൾ അരിഞ്ഞു പോയിട്ടുണ്ട്. ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാറക്കെട്ടിൻ്റെ മുകൾ ഭാഗത്ത് വൃക്ഷങ്ങളുമുണ്ട്. മുയൽ, കുരങ്ങ് തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രമാണവിടം. നിരവധി ഇനം പക്ഷികളും ആ മരക്കൂട്ടത്തിൽ വസിക്കുന്നു. വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ്. ഇത്തരത്തിലുള്ള നിരവധി ദ്വീപുകളാണ് ഈ ഉൾക്കടലിലുള്ളത്. അങ്ങകലേക്ക് നോക്കിയാൽ ചെറുതും വലുതുമായ തുരുത്തുകളുടെ നിഴൽ രൂപങ്ങൾ കാണാം. ഇത്തരത്തിലുള്ള ദ്വീപുകൾ ലോകത്ത് തന്നെ അപൂർവമാണ്. അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നതും. ഫുക്കറ്റിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമുണ്ടാകാനുള്ള ഒരു കാരണം ഈ ഫാൻഗ ഉൾക്കടലും അതിലെ ഈ ദ്വീപുകളും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സാഹസികരായ യൂറോപ്യർ പായക്കപ്പലുകളിൽ ഈ ദ്വീപുകളുടെ അരികത്തേക്ക് വന്നണഞ്ഞിരുന്നു. ഇപ്പോഴും യൂറോപ്യരുടെ ഒരു ആകർഷണ കേന്ദ്രമാണിത്. ആഴ്ചകളും മാസങ്ങളും തന്നെയല്ല, ചിലപ്പോൾ വർഷങ്ങളോളം അവർ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു. അവരുടെ ആസ്വാദനം തന്നെ മറ്റൊരു തലത്തിലുള്ളതാണ്. നമ്മെപ്പോലെ തിരക്കിട്ട യാത്രയല്ല. ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ ഈ പാറക്കെട്ടുകളുടെ അടിഭാഗം പൊള്ളയാണെന്ന് മനസ്സിലാവും. തിരയടിച്ച് ചുണ്ണാമ്പ് കല്ലിനെ അലിയിപ്പിച്ചിരിക്കുകയാണ്. വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ശക്തമായ തിരയടിക്കുന്നത് കൊണ്ടുകൂടിയാവാം മലയുടെ ചുറ്റും 2 ലെവലിൽ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലേക്ക് വള്ളം കയറ്റിയിട്ട് വിശ്രമിക്കുന്ന മീൻപിടുത്തക്കാരെ പലപ്പോഴും കാണാറുണ്ട്. ഇതൊരു ചെറിയ പൊത്തല്ല. ഏതാണ്ട് 20 അടിയോളം പാറയുടെ അടിഭാഗം അരിഞ്ഞിറക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഏതാനും ലക്ഷം വർഷങ്ങൾ കൊണ്ട് അടിഭാഗം അറ്റ് പാറ വെള്ളത്തിൽ പതിച്ചെന്നും വരാം. പ്രകൃതിയുടെ ഇത്തരം പ്രതിഭാസങ്ങൾക്കെല്ലാം ഒരു സമയത്താളക്രമമുണ്ട്. യാത്ര തുടരുമ്പോൾ മുന്നിൽ മറ്റൊരു ദ്വീപ് കാണാം. ഹോങ് ഐലൻഡ് എന്ന് അതറിയപ്പെടുന്നു. അവിടേക്കാണ് ഇനി ബോട്ട് അടുക്കുക. ഒട്ടേറെ പാറക്കെട്ടുകളുടെ ഒരു കോംപ്ലക്സാണ് ഹോങ് ഐലൻഡ്. കടലിൽ തൊട്ടുതൊട്ടു കിടക്കുന്ന വലിയ ശിലാഖണ്ഡങ്ങളുടെ കോംപ്ലക്സ്. എത്ര ഗംഭീരമായ പ്രകൃതിയാണിതെന്ന കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെയും ബോട്ടിൽ നിന്നിറങ്ങി ചെറിയ റബ്ബർ വള്ളങ്ങളിൽ സഞ്ചരിക്കാം. ഇപ്പോൾ തന്നെ ധാരാളം ചെറുവള്ളങ്ങൾ ദ്വീപിന് സമീപമുണ്ട്. മരതക നിറമാർന്ന ജലം, പച്ചത്തുരുത്തുകൾ, ഓരോരോ കൂറ്റൻ പാറകൾ കടലിലേക്ക് ഇറക്കി വെച്ചതുപോലെ ദ്വീപുകൾ. വലിയ ശില്പങ്ങൾ പോലെയുണ്ട് ഓരോ പാറയും. ആ ശില്പങ്ങൾക്ക് മേലെ വലിയ മരങ്ങൾ. വിവിധ വർണ്ണങ്ങളിലുള്ള ട്യൂബ് ബോട്ടുകളിൽ തുഴഞ്ഞു നീങ്ങുന്ന ആളുകൾ. ആഘോഷത്തിന്റെ കടൽപ്പരപ്പായി ഇവിടം മാറിക്കഴിഞ്ഞു. ദ്വീപിനടുത്ത് ഞങ്ങളുടെ ബോട്ട് നങ്കൂരമിട്ടു. വേറെയും 20ഓളം ബോട്ടുകളുണ്ട് ചുറ്റുപാടും. ആ ബോട്ടുകളിൽ നിന്നിറങ്ങിയവരാണ് ചുണ്ണാമ്പ് മലകൾക്കരികിലൂടെ റബ്ബർ വള്ളങ്ങളിൽ തുഴഞ്ഞു നീങ്ങുന്നത്. ഇവിടെ ദ്വീപിന്റെ ഭാഗമായ പാറക്കെട്ടുകളെ ചുറ്റി റബ്ബർ ബോട്ടിൽ സഞ്ചരിക്കാം. പാറക്കെട്ടുകളിൽ ചില പൊത്തുകളും ചെറുഗുഹകളുമെല്ലാം ഉണ്ട്. ചില ഭാഗത്ത് വളരെ ഇടുങ്ങിയ ഇടനാഴികളും. ആ പൊത്തുകളിലൂടെയും ഇടനാഴികളിലൂടെയുമെല്ലാം വള്ളം തുഴഞ്ഞു പോകാം. ഞങ്ങളുടെ ബോട്ടിൽ നിന്നും അലീഫിന്റെ നേതൃത്വത്തിൽ റബ്ബർ വള്ളങ്ങൾ ഇറക്കിത്തുടങ്ങി. ഓരോ തുഴക്കാരും ഓരോ വള്ളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ ചെറുവള്ളത്തിലേക്ക് ഇറങ്ങേണ്ടെന്ന് തീരുമാനിച്ചു.
ബോട്ടിന് മുകളിൽ നിന്ന് തന്നെ താഴെയുള്ള കാഴ്ചകൾ ചിത്രീകരിക്കാം. 4 പേർക്ക് വരെ ഈ വള്ളത്തിൽ കയറാമെന്ന് ഇവർ പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ധാരാളം ഹോളിവുഡ് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള ദ്വീപുകളാണ് ഇതെല്ലാം. പക്ഷേ നമ്മുടെ മലയാളം സിനിമകളിൽ ഈ പ്രകൃതിയെ അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീരമായ പാറക്കെട്ടുകളാണ്. ഈ കാഴ്ചകളുടെ ഭംഗി ചെറുതൊന്നുമല്ല. തായ് ഭാഷയിലെ ഹോങ് എന്ന വാക്കിനർത്ഥം റൂം അഥവാ മുറി എന്നാണ്. പല പാറക്കെട്ടുകൾ ചേർന്ന് കടലിൽ ഒരു മുറി രൂപപ്പെടുത്തിയതുപോലുള്ളതിനാലാണ് ഈ ദ്വീപിന് ഹോങ് ഐലൻഡ് എന്ന പേര് വന്നത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങകലെ വേറെയും പാറക്കെട്ടുകളുടെ നിരകൾ. ഒരു ഫോട്ടോഗ്രാഫർക്ക് എത്ര നേരം ക്യാമറയിൽ പകർത്തിയാലും മതിവരാത്ത കാഴ്ചകളാണിത്. വെള്ളത്തിന് മുകളിലെ ഒരു പൂരപ്പറമ്പായി ഹോങ് ഐലൻഡ് പരിസരം മാറിയിരിക്കുന്നു. ഹോളിവുഡിലെയും ഇന്റർനാഷണൽ ഫിലിം ഇൻഡസ്ട്രിയിലെയും സംവിധായകർ ഫുക്കറ്റിന്റെ പശ്ചാത്തല സൗന്ദര്യത്തിൽ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങിയതോടെയാണ് ശരിക്കും ഫുക്കറ്റ് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായത്. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ഇത്തരം കാഴ്ചകളുള്ളൂ. വമ്പൻ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഈ കടലും അതിലെ മരതക ദ്വീപുകളും. വന്നെത്തുന്ന ഓരോ ബോട്ടിൽ നിന്നും റബ്ബർ വള്ളങ്ങൾ ഇറക്കുന്നത് തന്നെ ഒരു കാഴ്ചയാവുന്നു. വളരെ ചടുലമാണ് പ്രവൃത്തികൾ. ടൂറിസത്തിലെ പ്രൊഫഷണലിസം എന്നത് ഇവിടെ നിന്നെല്ലാം കണ്ടു പഠിക്കേണ്ടതു തന്നെയാണ്. എന്റെ ബോട്ടിലെ ചിലർക്ക് ഇതാണ് കൗതുകം. ബോട്ടിന്റെ 2ാം നിലയിൽ നിന്ന് കടലിലേക്ക് ചാടുന്നു. ഭയമോ ജാളിമോ ഇല്ല. തങ്ങൾ തീരുമാനിക്കുന്നത് ധൈര്യപൂർവ്വം ചെയ്യുന്നു. അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് എനിക്ക് തോന്നി. ധൈര്യമായി എന്തിലും ഏർപ്പെടാനുള്ള ഒരു സാഹസിക ബുദ്ധി വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യർക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഇന്ത്യക്കാരനും ബോട്ടിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടില്ല. എനിക്ക് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട് എന്നൊരു ന്യായവും പറയാം. കുറേയേറെ ചെറിയ തുരുത്തുകളുണ്ട് ദ്വീപിന്റെ മറുഭാഗത്ത്. അവിടേക്കെല്ലാം ആളുകൾ തുഴഞ്ഞു പോകുന്നുമുണ്ട്. വലിയൊരു ദ്വീപാണ് ഹോങ്. അതിന്റെ പരിസരത്ത് സഞ്ചാരികളുടെ ഉത്സവമാണ്. ചിലർ റബ്ബർ ബോട്ടിലേറി ഓളപ്പരപ്പിലിങ്ങനെ ഒഴുകി നടക്കുന്നു. കടലിൽ ഒന്ന് വട്ടം ചുറ്റി വീണ്ടും ബോട്ടിനടുത്തേക്ക് വന്നണയുന്നു. വേറെ ചില ബോട്ടുകളിൽ നിന്ന് ആളുകൾ റബ്ബർ വള്ളത്തിലേറി തുഴച്ചിൽ തുടങ്ങുന്നു. എല്ലാ ദിവസവും ഇവിടുത്തെ കാഴ്ചകളാണിതെന്ന് ഓർക്കണം. ഈ തിരക്കും ഈ ഉത്സവാന്തരീക്ഷവുമെല്ലാം ടൂറിസ്റ്റ് സീസണിൽ മുഴുവൻ ഇവിടെ ഉണ്ടാവും. പരമ്പരാഗത ബോട്ടുകളും കടലിലുണ്ട്. ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ പോലെ തോന്നുന്നു കടലിൽ ഈ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ. ഹോങ് ഐലൻഡിന്റെ പരിസരത്ത് നിശ്ചിത സമയം ചെലവഴിച്ചവർ മടങ്ങുകയാണ്. 100-150 ആളുകളുമായാണ് ഇത്തരം ബോട്ടുകൾ വരുന്നത്. ഏകദേശം 50-ലേറെ ബോട്ടുകൾ ഓരോ ദിവസവും ഹോങ് ഐലൻഡിന് സമീപത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇവിടേക്ക് മാത്രമല്ല, 4-5 ദ്വീപുകൾക്ക് സമീപമെത്തുന്ന കണ്ടക്റ്റഡ് ടൂറുകളാണത്. ഞങ്ങൾ വന്ന ബോട്ടാണ് ഇതിൽ ഏറ്റവും ചെറുതെന്ന് എനിക്ക് തോന്നുന്നു. കടലിൽ ഉയർന്നു നിൽക്കുന്ന പുരാതന കോട്ട പോലെ ചുണ്ണാമ്പുകല്ലിന്റെ മലകൾ. ഈ പ്രകൃതി തായ്ലൻഡിന് നേടിക്കൊടുക്കുന്ന വരുമാനം എത്രയാണെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഓരോ ബോട്ടിലും 12ഓളം ജീവനക്കാരുണ്ട്. 1000ഓളം പേർക്ക് ഇവിടെ ബോട്ടുകളിൽ തന്നെ ജോലി ലഭിച്ചിരിക്കുന്നു. ബോട്ടെടുക്കുന്ന ഓരോ സ്ഥലത്തുമുള്ള റെസ്റ്റോറന്റുകളിലും കടകളിലും ടൂറിസം ആക്ടിവിറ്റി സെന്ററുകളിലും തൊഴിൽ ചെയ്യുന്ന ആയിരങ്ങൾ വേറെ. ഹോങ് ഐലൻഡിൽ നിന്ന് അടുത്തതായി ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ് പോകേണ്ടത്. ആദ്യം ജെയിംസ് ബോണ്ട് ഐലൻഡ് സന്ദർശിച്ച ശേഷം രണ്ടാമതായി ഇവിടേക്കെത്തുന്ന ബോട്ടുകളുമുണ്ട്. ടൂറിസ്റ്റുകളുമായി പല റൂട്ടുകളിൽ ഓരോരോ ബോട്ടുകൾ ഹോങ് ഐലൻഡിന് സമീപത്തേക്ക് വന്നെടുത്തുകൊണ്ടിരിക്കുന്നു.
അപ്പോഴേക്കും ഞങ്ങളുടെ ബോട്ടിൽ ലഞ്ചിന്റെ നേരമായി. This KFC fried chicken, right? ബുഫേ ടേബിളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം അലിഫ് തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത്. And വിഭവങ്ങൾ ധാരാളമുണ്ട്. അത് നിരത്തിവെക്കാൻ ബോട്ടിലെ യാത്രക്കാരായ ചില സായിപ്പുമാരും ഉത്സാഹികളായി രംഗത്തു വന്നിരിക്കുന്നു. ഫ്രൈഡ് റൈസും ചോറും മറ്റുമാണ് പ്രധാന വിഭവങ്ങൾ. soup, chicken. അപ്പോഴേക്കും ബോട്ട് ഹോങ് ഐലൻഡിൽ നിന്നും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ദ്വീപിനുമുണ്ട് വലിയ പൊത്തുകളും തിരമാലത്തള്ളലിൽ രൂപം കൊണ്ട വലിയ വിടവുകളുമെല്ലാം. പ്രകൃതിക്ക് മാത്രമേ ഇത്തരം സൃഷ്ടികൾ നടത്താനാവൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഓരോ യാത്രയും കഴിയുമ്പോഴാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ ബുദ്ധിപൂർവം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ കഴിവിലേക്ക് കൂടിയാണ് ഈ യാത്രകൾ. ബോട്ടിന്റെ വേഗം കൂടിയിരിക്കുന്നു. അപ്പർ ഡെക്കിൽ ലഞ്ച് സമയമാണ്. പക്ഷേ പ്രകൃതിയൊരുക്കിയ ഈ കൗതുകങ്ങളിലാണ് എൻ്റെ താല്പര്യം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ദ്വീപ്. ചുണ്ണാമ്പ് പാറകൾക്ക് മുകളിൽ മരച്ചാർത്തിന്റെ തലപ്പാവ്. ഭക്ഷണമേശയ്ക്ക് സമീപത്തെ യുദ്ധം അവസാനിച്ചിട്ടില്ല. തിരക്കൊഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഷൂട്ടിംഗ് ആണല്ലോ പ്രധാനം. ഞാൻ ചെല്ലുമ്പോഴേക്കും മേശയിൽ വല്ലതും മിച്ചമുണ്ടാകുമോ എന്ന് സംശയമേ ഉള്ളൂ. പുറത്ത് മനോഹരമായ കാഴ്ചകളാണ്. അവയൊന്നും നഷ്ടമാകരുത്. ഹോങ് ഐലൻഡിന്റെ ഒരറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. മലയുടെ ചില ഭാഗങ്ങൾ എന്നോ കടലിലേക്ക് അടർന്നു വീണു പോയതാണെന്ന് തോന്നും. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പാറക്കെട്ടുകൾ. അപൂർവ ഇനം സസ്യങ്ങളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ചുണ്ണാമ്പ് പാറക്കെട്ടുകളും അതിന്റെ ആവരണമെന്നോണം നിൽക്കുന്ന വനങ്ങളും. ഹോങ് ഐലൻഡിനപ്പുറം അക്കാണുന്നത് നാഖായി എന്ന ദ്വീപാണ്. ഇത്തരം ദ്വീപുകളിലൊന്നും മനുഷ്യവാസവുമില്ല. ഹോങ് ഐലൻഡ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന അതിവിശാലമായ ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ജനവാസമില്ലാത്ത ദ്വീപുകളെല്ലാം. മനുഷ്യന് വസിക്കാൻ പറ്റിയ രൂപമല്ല പല ദ്വീപുകൾക്കുമെന്ന് ഈ കാഴ്ചയിൽ വ്യക്തമാവും. കുത്തനെ ഉയർന്നു നിൽക്കുകയാണ് പാറക്കെട്ടുകൾ. അതിന്റെ എല്ലാം മുകളിൽ കേശാലങ്കാരം പോലെ വൃക്ഷരാജി. പ്രകൃതിയുടെ കരവിരുതിൽ രൂപം കൊണ്ട ശില്പങ്ങൾ തന്നെയാണ് ഈ ഓരോ മലയും. ഗംഭീരമായൊരു കാഴ്ച. കരീബിയൻ ദ്വീപുകളിൽ പോലും ഇത്തരമൊരു പ്രകൃതി ഭംഗി ഞാൻ കണ്ടിട്ടില്ല. ബുഫേ ടേബിളിലെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. രാവിലെ മുതൽ കടൽ യാത്രയും വള്ളം തുഴച്ചിലും നീന്തലുമൊക്കെ ആയിരുന്നല്ലോ. എല്ലാവരും നല്ല വിശപ്പിലാണ്. തിരക്ക് അല്പമൊന്നടങ്ങിയപ്പോൾ ഞാനും പോയി അല്പം ഭക്ഷണം എടുത്തുകൊണ്ടുവന്നു. ദ്വീപുകൾ അകന്നു പോവുകയാണ്. വേറെയും ടൂറിസ്റ്റ് സംഘങ്ങളുടെ ബോട്ടുകൾ കടന്നു പോകുന്നു. ഫാൻഗ എന്നറിയപ്പെടുന്ന ഈ ഉൾക്കടലാകെ ടൂറിസത്തിന്റെയും പ്രകൃതി മനോഹാരിതയുടെയും വലിയൊരു വേദികയാണ്. ഇപ്പോൾ മുന്നിൽ മറ്റൊരു ദ്വീപ് സമൂഹം കാണാം. അതാണ് ഈ യാത്രയിലെ പ്രധാന ഡെസ്റ്റിനേഷനായ ജെയിംസ് ബോണ്ട് ഐലൻഡ്. അവിടേക്കാണ് ഇനി ബോട്ട് അടുക്കുന്നത്. നേരം നട്ടുച്ച കഴിഞ്ഞിരിക്കുന്നു. യാത്രികരിൽ അധികവും ഭക്ഷണത്തിന്റെ ആലസ്യത്തിലാണ്. ചിലരാകട്ടെ ഭക്ഷണമേശയെ ആക്രമിക്കുന്നത് തുടരുന്നു. ഞാൻ അല്പം ഭക്ഷണം എടുത്തുവെച്ച് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് ബോട്ട് അടുക്കുന്നത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡിന് സമീപത്തും നിരവധി ബോട്ടുകൾ എത്തിക്കഴിഞ്ഞു. രസകരമായ ഒരു കാഴ്ചയാണ് ആ ദ്വീപ്. ഭക്ഷണം കഴിച്ചവർക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമായി അലീഫ് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ ബോട്ടിലോ റബ്ബർ വള്ളത്തിലോ അല്ല ഇനി യാത്ര. മറ്റൊരു തരം ചെറിയ ബോട്ട് വരും. യന്ത്രം ഘടിപ്പിച്ച ചെറുബോട്ട്. അതിൽ കയറി വേണം ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് അടുക്കാൻ.
അലീഫ് ആളൊരു രസികനാണ്. ഭക്ഷണം വിളമ്പിയ സ്ത്രീ താഴേക്കിറങ്ങുമ്പോൾ അവർക്കൊരു കയ്യടിയൊക്കെ നൽകി. ബോട്ടിലെ ജീവനക്കാരൻ നങ്കൂരമിറക്കാനുള്ള ശ്രമത്തിലാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് ബോട്ട് സാവധാനം അടുക്കുന്നു. മനോഹരവും അത്ഭുതകരവും രസകരവുമായ ഒരു പ്രദേശമാണത്. പ്രകൃതിയൊരുക്കിയ അത്ഭുത കാഴ്ചകളുള്ള ഒരു ദ്വീപ്. ദ്വീപിൽ നിന്നും അല്പം അകലെയായി ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നു. ദുരൂഹമായ ഒരു തുരുത്തുപോലെ ജെയിംസ് ബോണ്ട് ഐലൻഡ്. അവിടെ നിന്നും ചെറു ബോട്ട് എത്തുന്നതും കാത്ത് ഞങ്ങളിരുന്നു.